നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരക്കൂറിലാണ്. മകരക്കൂറുകാർക്ക് 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതാണ്. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ 3-ൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം നമ്മൾ സഹായിക്കുമെന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്കൊക്കെ ദേഷ്യത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കുറച്ച് അപ്രിയമായിട്ട് സംസാരിക്കാൻ ഇടവരികയൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ദേവീക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ 6ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. ബുധ ശുക്ര യോഗം നിവർത്തി സ്ഥാനത്തുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാവുന്നതാണ്. എങ്കിൽ പോലും ശത്രു സ്ഥാനാധിപതി 4ാം ഭാവാധിപതിയോട് ശത്രു സ്ഥാനാധിപതി കർമാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം കർമ്മസ്ഥാനത്ത് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെ, ചെറിയ മത്സരം പോലെയുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന കാമുകി കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ട് ശ്രദ്ധിക്കണം. ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്നൊരവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന തടസ്സത്തെ ചെയ്യുമെങ്കിലും ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക്. എന്നാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4ാം ഭാവത്തിൽ കലഹകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട് കൊണ്ട് ഭാഗ്യം അനുഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം, ഇടത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ ജന്മശനിയാണ്. ജന്മശനി ആയത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രം, നീരാഞ്ജനം വഴിപാടുകൾ, വയസ്സ് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. അലസത വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, അലസത വർദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും പരിഹാരം ചെയ്യുകയൊക്കെ ചെയ്യണം. നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷം പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീടുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയുടെ വഴി, അതിർത്തി വഴി എന്നീ വിഷയങ്ങളിലൊക്കെ ചില ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളോ സഹോദര സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ കൂടിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ടും ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.